എല്ലാവർക്കും നമസ്കാരം. സിന്ധു ഭൈരവി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിന്ധു അരുൺ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോമ്പോസിഷൻ്റെ നൊട്ടേഷൻ നോക്കാം. കർണാട്ടിക് മ്യൂസിക് ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കീർത്തനമാണിത്. ജയന്തശ്രീ രാഗത്തിലുള്ള മറുഗേലറ ഓ രാഘവ എന്ന കോമ്പോസിഷൻ. ഇത് ശ്രീ ത്യാഗരാജ സ്വാമികളുടെ കോമ്പോസിഷനാണ്. ആദ്യ താളത്തിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ജയന്തശ്രീ 20ാമത്തെ മേളകർത്ത രാഗമായ നടഭൈരവിയുടെ ജനിരാഗമാണ്. നമുക്ക് ആരോഹണം അവരോഹണം പാടി നോക്കാം. ആരോഹണത്തിലെ 5 സ്വരങ്ങൾ. നമ്മൾ ആരോഹണം കേൾക്കുമ്പോൾ ഹിന്ദോള രാഗത്തിൻ്റെ ആരോഹണമാണ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അവരോഹണങ്ങൾ ഹിന്ദോളത്തിൽ ഒരുപോലെയാണ്. ഇതിൽ ആരോഹണം ഹിന്ദോളത്തിൻ്റെ പോലെയാണ് വരുന്നത്. അവരോഹണത്തിൽ ഒരു പഞ്ചമം ചേരുന്നുണ്ട്, മാത്രമല്ല വക്രമായിട്ടും വരുന്നുണ്ട്. ആരോഹണത്തിൽ 5 സ്വരങ്ങളും അവരോഹണത്തിൽ 6 സ്വരങ്ങളും മാത്രമല്ല വക്രവുമായിട്ട് വരുന്നുണ്ട്. അപ്പം ഔഡവ ആരോഹണ, ഷാഡവ വക്ര അവരോഹണ എന്ന കാറ്റഗറിയിലാണ് ഈ ജയന്തശ്രീ എന്ന രാഗം ഉൾപ്പെടുന്നത്. സ്വരങ്ങൾ വരുന്നത് ഷഡ്ജം, സാധാരണ ഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ശുദ്ധ ധൈവതം, കൈശികി നിഷാദം എന്നിവയാണ്. പല്ലവിയുടെ സാഹിത്യം വരുന്നത് മറുഗേലറ ഓ രാഘവ. 6 അക്ഷരം തള്ളിയാണ് പല്ലവി തുടങ്ങുന്നത്. അക്ഷരം എന്ന് പറയുമ്പോൾ ഒരു അടിയിൽ 4 അക്ഷരം, രണ്ടാമത്തെ അടിയിൽ, അതായത് ഫസ്റ്റ് ഫിംഗറിൽ 2 അക്ഷരവും കൂടെ തള്ളിയിട്ടാണ് തുടങ്ങുന്നത്. അപ്പം രാഘവ എന്നുള്ളതിൻ്റെ വാ അടുത്ത താളത്തിൽ സമത്തിൽ വരും. മറുഗേലറ ദമപ മറുഗേല മറുഗേല ദമപ പമ രാ ഗസ ദമപ പമ ഗസ മറുഗേലറ ഓ നിസ ഓ രാഘവ നിസഗമദ ഓ രാഘവ. ആദ്യത്തെ സംഗതി അങ്ങനെ വരും. മറുഗേലറ ഓ രാഘവ മറുഗേലറ ഓ രാഘവ. അടുത്ത സംഗതി മറുഗേലറ. മറു എന്ന് പറയുന്ന അക്ഷരം ആദ്യത്തെ പോലെ തന്നെ വരും. ദമ മറുഗേ മരിവ ഗേലറ, അത് അതേപോലെ തന്നെ വരും. മറുഗേലറയിലെ ഗേ എന്ന ഉള്ള അക്ഷരത്തിന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ദമ പ മറുഗേ ദമ മരിവ മറുഗേലറ ഓ ഓ ഗനീസ. ചെറിയൊരു വ്യത്യാസം, ഗാന്ധാരത്തിൽ നിന്ന് നിഷാദത്തിലേക്ക് വന്ന് സായിലേക്ക് കയറുന്നു. ഓ രാഘവ. അവിടെ വായിൽ ചെറിയ വ്യത്യാസം, അത്രയും വ്യത്യാസമേ വരുന്നുള്ളൂ. ഓ രാഘവ മറുഗേലറ ഓ രാഘവ മറുഗേലറ ഓ രാഘവ. 2 സംഗതിയായി. അടുത്ത 3ാമത്തെ സംഗതി മറുഗേലറ. രണ്ടാമത്തെ സംഗതി പോലെ തന്നെ വരും. മറുഗേലറ ഓ രാഘവ. ഓ രാഘവ വ്യത്യാസം
വരുന്നുണ്ട്, ടോട്ടലി വ്യത്യാസം വരുന്നുണ്ട്. ഓ രാഘ നീ നീനിത, ഓ രാഘ നീ നീനിത, വാ വാ ധനി സനി ധനി, ധനി സനി ധനി എന്ന് വരും. അത് നമ്മൾ ഗമകത്തോടു കൂടി തന്നെ പാടുക. ഓ രാഘവ നീ നീനിത ധനി സനി ധനി, മറുകേളരാ ഓ രാഘവ മറുകേളരാ ഓ രാഘവ. 3 സംഗതിയായി. അടുത്ത 4ാമത്തെ സംഗതി മറുകേളറ. മറുകേളറ എല്ലായ്പ്പോഴും ഒന്ന് തന്നെയാണ് വരുന്നത്. അതായത് രണ്ടാമത് പാടിയ സംഗതി 2, 3, 4, 5 അതിനെല്ലാത്തിനും ഒരേപോലെ തന്നെ വരും ആ പോർഷൻ. മറുകേളറ ഓ രാഘവ, ഓ രാഘ അവിടെ വ്യത്യാസം വരുന്നുണ്ട്. സാസനി ഓ രാഘവ, വാ എന്നുള്ളതിൻ്റെ നൊട്ടേഷൻ വരുന്നത് തൊട്ട് മുകളിലത്തേതിൻ്റെ തന്നെ. ഓ രാഘവ മറുകേളറ ഓ രാഘവ മറുകേളറ ഓ രാഘവ ധനി സനി ധനി. അത് തന്നെ. അപ്പം 3 സംഗതി, 4 സംഗതിയായി. മറുകേളറ ഓ രാഘവ മറുകേളറ ഓ രാഘ. അടുത്ത സംഗതി വരുമ്പോഴത്തേക്ക് ഓയിൽ നല്ല വ്യത്യാസം വരുന്നുണ്ട്. ഓ രാഘ സഗമസ ഓ രാഘ സഗമസ സനി എന്ന് വരും. സഗമഗ സനി ഓ രാഘ വാ ധനിക സനിത എന്ന് വരും. ഓ രാഘവ വാ മറുകേളറ ഓ രാഘവ മറുകേളറ ഓ രാഘവ ധനിക സനിത. അതാണ് 5ാമത്തെ സംഗതി വന്നത്. അപ്പോൾ ഒന്നുകൂടെ മറുകേളറ ഓ രാഘവ മറുകേളറ ഓ രാഘവ മറുകേളറ. അടുത്ത സംഗതി വരുന്നത് ഓ രാഘവ ഓ സനിധ മദ മഗസ ഓ രാഘവ ഗമദനി സഗമഗ സനിധ മദ മഗസ ഗമദനി സഗമഗ എന്ന് വരും. അപ്പം പ്ലെയിൻ നോട്ട് വരാതെ ഗമകം കംപ്ലീറ്റ് കൊടുത്ത് തന്നെ പാടുക. ഓ രാഘവ മറുകേളറ ഓ രാഘവ മറുകേളറ ഓ രാഘവ മറുകേളറ ഓ രാഘവ. ഇത്രയുമാണ് പല്ലവി വരുന്നത്. നമുക്കത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഓരോ സംഗതി ഓരോ തവണ വീതം പാടി നോക്കാം. 6 അക്ഷരം തള്ളി. മറുകേളറ ഓ രാഘവ. രണ്ടാമത്തെ മറുകേളറ ഓ രാഘവ. അടുത്ത 3ാമത്തെ സംഗതി മറുകേളറ ഓ രാഘവ.
അടുത്തത് മറുകേളറ ഓ രാഘവ. അടുത്തത് മറുകേളറ ഓ രാഘവ. ലാസ്റ്റ് സംഗതി മറുകേളറ ഓ രാഘവ മറുകേളറ ഓ രാഘവ. അനുപല്ലവി നോക്കാം. അനുപല്ലവിയുടെ സാഹിത്യം വരുന്നത് മറുകേള ചരാചര രൂപ പരാത്പര സൂര്യ സുധാകര ലോചന. ആറക്ഷരം തള്ളി തന്നെ തുടങ്ങും. മറുകേള ചരാചര രൂപ മറുകേള ദദ 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 മറുകേള ചര ദമദ ചര നിനി മറുകേള ചരാചര രൂപ സാസനി രൂപ സാസനി രൂപ സാസനി സാസനി എന്ന് വരും. മറുകേള ചരാചര രൂപ മറുകേള ചരാചര രൂപ. രണ്ടാമത്തെ സംഗതി വരുന്നത് മറുകേള മറു മറു ദാനീസ സായില് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യും. മറുകേള കേള നിദാദ നിദാദ എന്ന് വരും. കേള ഒരു ചെറിയൊരു ദൃഗ. മറുകേള ചര ചര രൂ അവിടെ വരെ ഒന്നാമത്തെ പോലെ തന്നെ വരും. മറുകേള ചരാചര രൂപ പ നിസമസനി നിസമസനി ച സോറി മറുകേള ചരാചര രൂപ. ചരാചര രൂപയുടെ പായ്ക്കാണ് ആ വ്യത്യാസം വരുന്നത്. നിസമസനി മറുകേള ചരാചര രൂപ മറുകേള ചരാചര രൂപ. ലാസ്റ്റ് സംഗതി വരുന്നത് അടുത്ത വരിയിലേക്ക് പോകാനുള്ള സംഗതിയാണ്. മറുകേള ചരാചര രൂപ രൂപ മറുകേള ചരാചര വരെ രണ്ടാമത്തെ സംഗതി പോലെ വരും. രൂപ മാത്രം വ്യത്യാസം. സഗ മറുകേള ചരാചര രൂപ പരാത്പര സൂര്യ സുധാ നിസ നിസ സുധാ നിസ നിസ കര നിദ നിദ കര നിദ നിദ സുധാ കര നിസ നിസ നിദ നിദ ലോചന ലോച നിസസനി ലോചന ധനിക സനിധ പരാത്പര സൂര്യ സുധാകര ലോചന. അപ്പം ലാസ്റ്റ് സംഗതി അതായത് മറുകേള ചരാചരയുടെ ലാസ്റ്റ് സംഗതി ലാസ്റ്റ് വരിയും കൂടെ ചേർത്ത് പാടാം. മറുകേള ചരാചര രൂപ പരാത്പര സൂര്യ സുധാകര ലോചന മറുകേള ചരാചര രൂപ പരാത്പര സൂര്യ സുധാകര ലോചന മറു
അനുപല്ലവി വരുന്നത് നമുക്ക് ചരണം നോക്കാം. ചരണത്തിൻ്റെ സാഹിത്യം വരുന്നത് അന്യനീവനുചു അന്തരംഗമുന തിന്നക വെതകി തെലിസി കൊണ്ടിനയ്യ നിന്നെ ഗാനി മതി നെനജാല നൊരുല നന്നു ബ്രോവയ്യ ത്യാഗരാജനുത. ചരണവും 6 അക്ഷരം തള്ളി തുടങ്ങും. അന്യനീവനുചു അന്തരംഗമുന അന്യനീവ പാപ പാമ അന്യനീവ നോചു മാമഗമ അന്ത ഗഗസ അന്ത രംഗ ഗസ മൂന ഗസ അന്തരംഗ മൂന ഗഗസ ഗസ ഗസ. അന്യനീവനുചു അന്തരംഗമുന അന്യനീവനുചു അന്തരംഗമുന. രണ്ടാമത്തെ സംഗതി വരുന്നത് ചെറിയ വ്യത്യാസം. അന്യനീവനുചു അന്തരംഗ അന്നി എന്നുള്ള അക്ഷരത്തിലും രംഗ അവിടെയുമാണ് ചെറിയ വ്യത്യാസം വരുന്നത്. അന്യനീ പാപ പദപ അന്യനീ അന്യനീവ പദപമ അന്യനീവ പാപ പദപമ നോജു അന്തരംഗ രംഗ സഗസ സഗസ രംഗ മൂന തിന്നഗ. അടുത്ത വരിയിലേക്ക് പോവും. തിന്നഗ നിസഗ വേദകി നിഗസ നിസഗ നിഗസ തിന്നഗ വേദകി തെലിസി നിന്നി തെലിസി കൊണ്ടി നിന്നി നിഗ മാമ നയ്യ തിന്നഗ വേദകി തെലിസി കൊണ്ടിനയ്യ. രണ്ടാമത്തെ സംഗതി അന്യനീവനുചു അന്തരംഗമുന തിന്നഗ വേദകി തെലിസി കൊണ്ടിനയ്യ അന്യനീവനുചു അന്തരംഗമുന തിന്നഗ വേദകി തെലിസി കൊണ്ടിനയ്യ നിന്നെ ഗാനെ മതി. അനുപല്ലവി പോലെ വരും ഈ പോർഷൻ. നിന്നെ ഗാനെ മതി നനജാല നൊരുല ദദ ദദ ദമദ മനി ദമദ ദദ ദദ ദമദ നിനി നിനി സസ നനജാല നൊരുല നിസ നിസ സനി നൊരുല. അവിടെ എന്തോ ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു അനുപല്ലവിയേക്കാൾ. നിന്നെ ഗാനെ മതി നനജാല നൊരുല നിന്നെ ഗാനെ മതി നനജാല നൊരുല. രണ്ടാമത്തെ സംഗതി നിന്നെ ഗാനെ ദാനീസ നിന്നെ ഗാനെ ഇതാത സെയിം തന്നെ മതി നനജാല നോരുല നോരുല നിസമസ നിസമസനി നോരുല നിന്നെ ഗാനെ മതി നനജാല നോരുല നിന്നെ ഗാനെ മതി നനജാല നോരുല. അടുത്തതിലേക്ക് പോകാൻ, അതായത് നിന്നെ ഗാനെ മതി നനജാല നൊരുല നന്നു ബ്രോവ. അവിടെ 6 അക്ഷരം തള്ളി തന്നെയാണ്. അനുപല്ലവിയിൽ സെക്കൻഡ് വരി സമത്തിലായിരുന്നു തുടങ്ങിയിരുന്നത്. ഇത് 6 അക്ഷരം തള്ളി തന്നെ വരും. നിന്നെ
गाने मती नन जल नुरुल नन्नु ब्रोव नुरुल ससग नन्नु ब्रोव वैय सग सग मगस नन्नु ब्रोव सग सग मगस वैय नीस त्यागराज निध निध नीस सनि त्यागराज निध निध नीस सनि नोद धनि ग सनिध धनि ग सनिध त्यागराज नोद निन्ने गाने मति नन जल नुरुल नन्नु ब्रोव वैय त्यागराज नोद निन्ने गाने मति नन जल नुरुल नन्नु ब्रोव वैय त्यागराज नोद മറുകേലര. പിന്നെ പല്ലവിയുടെ ഫസ്റ്റ് സംഗതി പാടി എൻഡ് ഫസ്റ്റ് സംഗതി ലാസ്റ്റ് സംഗതി പാടിയിട്ട് ഫസ്റ്റ് സംഗതി പാടി നിർത്തും. ഇത്രയുമാണ് ഈ കോമ്പോസിഷൻ്റെ നൊട്ടേഷൻ വരുന്നത്. പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഈ നൊട്ടേഷൻ ഉപകാരപ്രദമായിരിക്കും എന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ വ്യൂവേഴ്സിനും എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. അടുത്ത ഒരു വീഡിയോയിൽ മറ്റൊരു മനോഹരമായിട്ടുള്ള ഒരു കോമ്പോസിഷനുമായിട്ട് കാണാം. താങ്ക് യു.